സെക്കൻഡ് ചാപ്റ്റർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ലിബർ ഓഫീസ് കാൽക്കിൽ സ്പ്രെഡ്ഷീറ്റിൽ വരാൻ സാധ്യതയുള്ള എറേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാഷ് എറർ. ഹാഷ് എറർ സാധാരണ കാണിക്കുന്നത് ഒരു സെല്ലിൽ നമ്മൾ എന്തെങ്കിലും കാൽക്കുലേഷൻ കൊടുക്കുമ്പം ആ സെല്ലിൽ തികയാതെ വരുന്ന നമ്പേഴ്സ് ഉള്ളപ്പോഴാണ് ഹാഷ് എറർ കാണിക്കുക. അപ്പം ഞാൻ ഈ D1 എന്ന സെല്ലൊന്ന് ചെറുതാക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഈസിക്കൽ ചുമ്മാതെ രണ്ട് വലിയ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അടിച്ചു കൊടുക്കുകയാണ്. എൻ്റർ അടിച്ചാൽ ഇവിടെ ഹാഷ് എറർ കാണാൻ പറ്റും. നമ്മൾ ഈ സെല്ല് വലുതാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ കാണാൻ പറ്റും. അപ്പോൾ ഈ എറർ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ കോളത്തിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു പോകുമ്പോഴാണ് ഹാഷ് എറർ കാണിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ABCDEFGH ഇതാണ് ഓരോ കോളംസ്. അപ്പോൾ കോളത്തിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു പോയാൽ ഹാഷ് എറർ കാണിക്കും. അടുത്ത സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഡിവിഷൻ എററാണ്. ഡിവിഷൻ എറർ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു കാൽക്കുലേഷൻ കൊടുക്കുമ്പോഴാണ് ഡിവിഷൻ എറർ കാണിക്കുന്നത്. ഞാനിപ്പോൾ (5/0) എന്ന് കൊടുത്തു. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് ഡിവിഷൻ എറർ അതിൽ കാണിക്കും. ഞാൻ ഇപ്പുറത്തെ സെല്ലിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ സെല്ല് അത് കറക്റ്റ് ആൻസറായിട്ട് വരും. ഇപ്പോൾ ഡിവിഷൻ എറർ കാണിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴൊക്കെയാണോ ഏതെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോഴെല്ലാമാണ് ഡിവിഷൻ എറർ കാണിക്കുന്നത്. നെക്സ്റ്റ് നെയിം എററാണ്. നെയിം എറർ എന്ന് പറയുന്നത് ഇതുപോലെ 3 തരത്തിൽ കാണിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിസ്പെൽഡ് ഫോർമുല. നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമുലയിൽ അല്ലെങ്കിൽ ഫങ്ഷൻ്റെ ആ പേര് കറക്റ്റായിട്ടല്ല കൊടുക്കുന്നതെങ്കിൽ നെയിം എറർ കാണിക്കും. ഇവിടെ ഈസിക്കൽ ടു സം എന്നുള്ളതിന് വരെ ഞാൻ SUA കൊടുത്തുള്ളൂ. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഏതെങ്കിലും 2 സെല്ലുകൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് നെയിം എറർ കാണിക്കുന്നു. ഇനി അടുത്ത ഒമിറ്റ് ദ റേഞ്ച് ഓപ്പറേറ്റർ. ഇതേ രീതിയിൽ തന്നെ ഞാൻ സം എന്ന് പറയുന്ന ഫങ്ഷൻ കൊടുത്തു. ഇവിടെ ഏതെങ്കിലും ഒരു 4-5 സെല്ലുകൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ നടുക്കുള്ള ഈ റേഞ്ച് ഓപ്പറേറ്റർ, അതായത് ഈ കോളൻ കൊടുക്കാതാണ് അത് ചെയ്യുന്നത്. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് അതിനും നെയിം എറർ ആയിരിക്കും കാണിക്കുന്നത്. ഇനി കനോട്ട് ഐഡൻറ്റിഫൈ ദ നെയിംഡ് റേഞ്ച്. ഇതേ ഫങ്ഷൻ തന്നെ എടുക്കാം. സം എന്ന് പറയുന്ന ഫങ്ഷൻ കൊടുത്തു. ഞാൻ ബ്രാക്കറ്റിൽ സ്കോറെന്ന് കൊടുക്കുകയാണ്. അതായത് ഞാൻ കുറച്ച് സെല്ലുകൾക്ക് അല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെല്ലിന് സ്കോർ എന്ന പേര് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ആ സ്കോർ എന്ന പേര് കൊടുക്കാൻ വിട്ടുപോയി. ഇവിടെ സ്കോർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോഴും ഈ സ്കോർ എന്ന് പറയുന്നത് ഏത് റേഞ്ച് ഓഫ് സെല്ലിനാണെന്ന് കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ വരുന്നത് കൊണ്ട് അവിടെ നെയിം എറർ ആയിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് റെഫറൻസ് എററാണ്. റെഫറൻസ് എറർ സാധാരണഗതിയിൽ എപ്പോഴാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും 3 സെല്ലുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഈസിക്കൽ ടു സം. ഞാൻ 3 സെല്ലുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. G12 പ്ലസ് H12 പ്ലസ് I12. 3 സെല്ലുകൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് 0 ആയിരിക്കും ആൻസർ കിട്ടുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഈ I എന്ന് പറയുന്ന സെല്ല് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. അത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഏതെങ്കിലും സെല്ലിൽ ആദ്യമേ ഡേറ്റ കൊടുത്തു. എന്നിട്ട് ആ ഡേറ്റ വെച്ച് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കൊടുത്തു കഴിഞ്ഞ് ആ സെല്ല് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് സാധാരണ ഈ റെഫറൻസ് എന്ന് പറയുന്ന എറർ കാണിക്കുന്നത്. നെക്സ്റ്റ് വാല്യൂ എററാണ്. വാല്യൂ എറർ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന കാൽക്കുലേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്പറും മറ്റേത് ടെക്സ്റ്റും ആയി പോകുമ്പോഴാണ് എപ്പോഴും വാല്യൂ എറർ കാണിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്യാം. ഇവിടെ F18 ഞാൻ 5 എന്ന് കൊടുത്തു. G18 ഞാൻ 6 എന്നൊരു ലെറ്റർ കൊടുക്കുകയാണ്. എന്നിട്ട്
E18 വന്ന് ഇതിൻ്റെ സം കാണാൻ ശ്രമിക്കുകയാണ്. ഈസ് ഈക്വൽ ടു സം F18 പ്ലസ് G18 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ അടിക്കുമ്പോഴത്തേക്ക് അതിൽ വാല്യൂ എറർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫങ്ഷനോ ഫോർമുലയോ കൊടുക്കുന്നതിൽ കാൽക്കുലേഷന് നമ്പറാണ് ആവശ്യമായിട്ടുള്ളത്. നമ്പറിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു സെല്ലിൽ കൊടുത്ത ടെക്സ്റ്റ് ആയിപ്പോയെങ്കിൽ അങ്ങനെയുള്ള കേസിലാണ് വാല്യൂ എറർ കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്പർ എററാണ്. NUM #NUM എന്നാണ് അത് കാണിക്കുക. നമ്പർ എറർ സാധാരണ വരുന്നത് നമ്മൾ സ്ക്വയർ റൂട്ട് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്പർ എറർ കാണിക്കുന്നത്. അപ്പോൾ ഈസിക്കൽ ടു SQRT സ്ക്വയർ റൂട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ -25, എല്ലാവർക്കും അറിയാം 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. ഞാനിവിടെ -25 ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നെഗറ്റീവ് ഫിഗേഴ്സിന് സ്ക്വയർ റൂട്ട് കാണത്തില്ല. അതുകൊണ്ട് അത് എന്താണെന്ന് തിരിച്ചറിയാൻ കമ്പ്യൂട്ടറിന് കഴിയാത്തത് കൊണ്ടാണ് അവിടെ നമ്പർ എറർ കാണിക്കുക. ഇപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് എറേഴ്സ് പഠിക്കാനുള്ളത്. 6 ടൈപ്പ് എറേഴ്സാണുള്ളത്. ഈ 6 ടൈപ്പ് എറേഴ്സും പഠിച്ചു വയ്ക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തിയറി ക്വസ്റ്റ്യന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.